നമ്മളെല്ലാവരും എഴുതുന്നത് മിക്കവാറും ഈ ഒരു ടൈപ്പ് പേന ഉപയോഗിച്ചിട്ടായിരിക്കും, ബോൾ പോയിന്റ് പെൻസ്. ഇതൊന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ഇത് കണ്ടുപിടിച്ചതിൻ്റെ കഥ അത്ര സാധാരണമല്ല. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് ഫൗണ്ടൻ പേനകളായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ലീക്ക് വരുന്നതും ഇടയ്ക്കിടെ റീഫില്ല് ചെയ്യേണ്ടതും ഇതിൻ്റെ വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹംഗേറിയൻ പത്രപ്രവർത്തകനായിരുന്ന ലാസ്ലോ ബിറോ, അദ്ദേഹം ജോലിക്കിടെ പത്രം പ്രിന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മഷി പെട്ടെന്ന് ഉണങ്ങുന്നതായും പേപ്പറിൽ അങ്ങനെ പരക്കാതിരിക്കുന്നതായും ശ്രദ്ധിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ഓർക്കുന്നത്. ഈ മഷി ശരിയായ രീതിയിൽ പേനയിൽ എഴുതാൻ ഉപയോഗിച്ചാൽ ഫൗണ്ടൻ പേനകളെക്കാൾ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കില്ലേ? 1938 ലാസ്ലോ ബിറോ തന്റെ സഹോദരനായ ജോർജിയോട് ചേർന്ന് പുതിയ തരം ഈ പേന ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി. പേനയുടെ എഴുതുന്ന വശത്തിന്റെ അറ്റത്ത് ഒരു കുഞ്ഞു ബോളും ഇൻസേർട്ട് ചെയ്തിരുന്നു. ഈ ബോൾ എഴുതുന്നതോടുകൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പേനയുടെ കാട്രിഡ്ജിൽ നിന്നും ഇങ്ക് വന്ന് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള പേന വലിയ പ്രചാരത്തിൽ വന്നു. ഫൗണ്ടൻ പേനകളെക്കാൾ ഉപയോഗിക്കാൻ എളുപ്പത്തിലുമായി. ഇന്നും ഈ പേനകളെ ബിറോ പെൻസ് എന്ന് പല സ്ഥലങ്ങളിലും വിളിക്കുന്നുണ്ട്.